കടലാസുകളൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വിളിക്കുന്ന ആളുകളൊക്കെ ഈ സൈസാണല്ലോ, ഒക്കെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നു, വിധിയുണ്ടെങ്കിൽ ഈ ഗനൂഷി ഇനിയെങ്ങാനും ഡൽഹിയിൽ വരികയാണെങ്കിൽ ഈ മനുഷ്യൻ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ അങ്ങോട്ട് പോയി കറുത്ത കാർപ്പറ്റ് വിരിച്ച് ഈ ഗനൂഷിയെ സ്വീകരിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിലെ തിരിച്ചുവരവുകൾ, സുന്ദരമായ കഥകൾ. അന്ന് ഈജിപ്തിൽ സംഭവിച്ച ആ അഹ്സനുൽ ഖസസ് ഉണ്ടല്ലോ, അത് ഇനിയും ചരിത്രത്തിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച തലമുറ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമായി നാം മനസ്സിലാക്കണം. ഇങ്ങനെ എത്രയെത്ര തിരിച്ചുവരവുകളാണ്. ഇന്നലത്തെ പല യൂറോപ്യൻ പത്രങ്ങളിലും മുൻ പേജിൽ അച്ചടിച്ചു വന്ന ഒരു പടമുണ്ടായി. എന്താണ് പടം എന്നറിയുമോ നിങ്ങൾക്ക്? പാരീസിലെ എലീസിയ കൊട്ടാരം. എലീസിയ കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതി ഭവന് തുല്യമായിട്ടുള്ള പാരീസിലെ കൊട്ടാരമാണ്. ഈ എലീസിയ കൊട്ടാരത്തിന്റെ വരാന്തയിലൂടെ തവക്കുൽ കെർമാൻ എന്ന് പറയുന്ന പർദ്ദ ധരിച്ച അൽ ഇസ്ലാഹ് പ്രസ്ഥാനത്തിന്റെ സാരഥി ഫ്രഞ്ച് ഭരണാധികാരികളോടൊപ്പം എലീസിയ കൊട്ടാരത്തിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ പടം ഇന്നലെ ഇറങ്ങിയ ലേമോന്റെ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ ഫ്രഞ്ച് പത്രങ്ങളും മുൻ പേജിൽ പ്രസിദ്ധീകരിച്ചു. ഈ എലീസിയ കൊട്ടാരത്തിൽ കഴിഞ്ഞ വർഷം ഒരു സംഭവം നടന്നിരുന്നു. എന്താണെന്ന് അറിയുമോ? 30 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ഫ്രഞ്ച് പാർലമെന്റിന്റെ ഇരു സഭകളും അവിടെ ഒന്നിച്ച് സമ്മേളിച്ചു. നമുക്ക് രാജ്യസഭ, ലോക്സഭ എന്നൊക്കെ ഉള്ളതുപോലെ അവർക്കും പാർലമെന്റിന് 2 സഭകളുണ്ട്. ആ 2 സഭകളും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സംയുക്തമായി സമ്മേളിച്ചു അവിടെ. എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കാസി ഒരു പ്രഭാഷണം നടത്തി. ആ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് വിശദീകരിച്ചു. എന്തിനാണ് ഈ സംയുക്ത സമ്മേളനം എന്നറിയില്ലേ? ഫ്രാൻസ് ചരിത്ര പ്രസിദ്ധമായ ഒരു ബില്ല് പാസ്സാക്കാൻ പോവുകയാണ്. എന്താണ് ആ ബില്ല്? പെൺകുട്ടികൾക്ക് തലമറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പറ്റില്ല എന്ന നിയമം പാസ്സാക്കാൻ പോവുകയാണ്. ആ നിയമം പാസ്സാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് പാർലമെന്റിന്റെ ഇരു സഭകളും എലീസിയ കൊട്ടാരത്തിൽ സമ്മേളിച്ചിരിക്കുന്നത്. തലമുറച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വരാൻ പാടില്ല എന്ന നിയമം പാസാക്കിയ എലീസിയ കൊട്ടാരത്തിൽ തവക്കുൽ കർമാൻ തലമുറച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ധീരമായി അതിന്റെ വരാന്തകളിലൂടെ നടന്നു നീങ്ങുന്ന ചിത്രം സർക്കോസിയുടെ നാട്ടിലുള്ള പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, സുന്ദരമായ കഥകൾ, അഹ്സനുൽ ഖസസ്, അത് ചരിത്രത്തിൽ നിരന്തരം ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ളതാണ്. ഈ സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ, ആഹ്ലാദത്തിന്റെ വർത്തമാനങ്ങൾ നാം കേൾക്കുക. എന്തെല്ലാമായിരുന്നു ചെയ്തു കൂട്ടിയിരുന്നത്, എന്തെല്ലാം പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഭാഗത്ത് ആശയതലത്തിലും പ്രചാരണ രംഗത്തും സൈദ്ധാന്തിക രംഗത്തും മാധ്യമ രംഗത്തും മുസ്ലിങ്ങളെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ, ഇസ്ലാമിക സമൂഹങ്ങളെ തകർക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ്, മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ്, മനുഷ്യാവകാശത്തിന്റെയും ലിബറലിസത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും ബഹുസ്വരതയുടെയും പേര് പറഞ്ഞ് ഇവയെ തകർക്കാനുള്ള ശ്രമങ്ങൾ. മറുവശത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇസ്ലാമിക സമൂഹങ്ങൾക്കുമേൽ മില്യൺ കണക്കിന്, ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചുകൊണ്ട്, ആയുധങ്ങൾ വർഷിച്ചുകൊണ്ട്, അവരെ ശ്വാസം മുട്ടിക്കുന്ന ഉപരോധങ്ങളിൽ പെടുത്തിക്കൊണ്ട് നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ. ഈ ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സഹോദരന്മാർ
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് ഗാസയിലേക്ക് നടന്ന ഒരു യാത്രയിൽ പങ്കെടുക്കുകയുണ്ടായി. ഏഷ്യ ടു ഗാസ കാരവാൻ എന്ന് പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ഉപരോധത്തിൽ കഴിഞ്ഞുകൂടുന്ന ഗാസയിലേക്കാണ് ആ യാത്ര. ഗാസയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മാത്രം വലുപ്പം വരുന്ന, ഒരുപക്ഷെ അത്രയും വലുപ്പം വരാത്ത ഒരു നഗരപ്രദേശമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ഫലസ്തീനിന്റെ ഭാഗം. ആ പ്രദേശം എന്തിനാണ് ആ പ്രദേശത്തെ കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം, അമേരിക്കയും ഇസ്രയേലും യൂറോപ്പും ചേർന്ന് ഉപരോധത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. കരയിലൂടെയും ആകാശത്തിലൂടെയും കടലിലൂടെയും അവിടേക്ക് ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരാൾക്കും പുറത്തു കിടക്കാൻ പറ്റില്ല. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാകട്ടെ, ബിസ്ക്കറ്റുകളാകട്ടെ, മരുന്നാകട്ടെ, പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളാകട്ടെ, തിന്നാനുള്ള ഗോതമ്പാവട്ടെ, ഉരുളക്കിഴങ്ങാകട്ടെ, ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചുകൊണ്ട്, അത് കണിശമായി പാലിച്ചുകൊണ്ട് ഹുസ്നി മുബാറക്കിനെ പോലുള്ള താന്തോന്നികളുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഗാസ എന്ന് പറയുന്ന ആളുകൾ അട്ടിയായി തിങ്ങി താമസിക്കുന്ന ആ പ്രദേശത്തെ ശ്വാസം മുട്ടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കെ തന്നെ അവർക്കുമേൽ ഫോസ്ഫറസ് ബോംബുകൾ വർഷിച്ചുകൊണ്ട്, ടൺകണക്കിന് ബോംബുകൾ വർഷിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുവാനുള്ള സർവ്വശ്രമങ്ങളും ഇസ്രായേൽ നടത്തി. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? അവർ ലോകത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തിയ, ഫ്രീ ആൻഡ് ഫെയർ എന്ന് സാക്ഷ്യപ്പെടുത്തിയ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിനെ വിജയിപ്പിച്ചു എന്ന ഒരു ജനാധിപത്യ തെറ്റ് അതായിരുന്നു അവർ ചെയ്തത്. ഒരു സമ്പൂർണമായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതായിരുന്നു അവർ ചെയ്ത തെറ്റ്. അതിന്റെ പേരിൽ ആ ജനതയെ ശിക്ഷിക്കുകയായി. പക്ഷെ അവർ കീഴടങ്ങിക്കൊടുത്തില്ല. ഉപരോധം കൊണ്ടോ ബോംബുകൾ കൊണ്ടോ ഞങ്ങളെ വിരട്ടണ്ട എന്നവർ നെഞ്ചു വിരിച്ചു പറഞ്ഞു. അവർ പരാതി പറഞ്ഞില്ല, ആരോടും അവർ പരാതി പറഞ്ഞില്ല. അവർ കടപ്പുറത്ത് ഫുട്ബോൾ കളിച്ചും കുട്ടികളെ കളിപ്പിച്ചും കഴുതച്ചാണകവും ചെളിയും ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചും കിട്ടാവുന്ന വിഭവങ്ങൾ ഇസ്രായേൽ തന്നെ കൊടുത്തുവിട്ട മിസൈലുകളുടെ പാർട്സ് ഉപയോഗിച്ച് കൊച്ചു കൊച്ചു റോക്കറ്റുകൾ ഉണ്ടാക്കിയും അങ്ങനെ സ്വയം പര്യാപ്തതയുടെ, ആർജവത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, അന്തസ്സിന്റെ, പോരാട്ട വീരത്തിന്റെ അത്യുജ്വലമായ, ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഷീബ് അബി ത്വാലിബ് പ്രവാചകൻ ഉപരോധത്തിന് വിധേയമായ കഥ നമുക്കറിയാം. അത് വർഷങ്ങൾ നീണ്ടു നിന്നിട്ടില്ല. അതിനേക്കാൾ നീണ്ടുനിന്ന, അതിനേക്കാൾ ഭീകരമായ, അത്യന്തം ഹീനമായ, മനുഷ്യത്വ വിരുദ്ധമായ ഉപരോധത്തിന് ആ നാട്ടുകാർ വിധേയമായി. പക്ഷെ അവർ കീഴടങ്ങിയില്ല, അവർ തലകുനിച്ചില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ദീർഘമായ 1 മാസത്തോളം നീണ്ട യാത്രക്കൊടുവിൽ ഗാസയിലെത്തിയതിനെ കുറിച്ച് അവർ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും രുചികരമായ ബിരിയാണി ലഭിച്ചത് ഗാസയിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ ആതിഥ്യം ലഭിച്ചത് ഈ ഗാസയിൽ നിന്നാണ്. ആ ഗാസയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു സുഹൃത്തുക്കളെ. അവർ ഒരു ക്യാമ്പയിൻ നടത്തി. എന്താണ് ആ ക്യാമ്പയിന്റെ തലക്കെട്ടെന്നറിയില്ല നിങ്ങൾക്ക്? ഗാസയിലെ കുഞ്ഞുങ്ങൾ സോമാലിയൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ്? സോമാലിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടക്കുമ്പോ സമ്പന്ന ശൈക്കന്മാരും സമ്പന്ന രാജ്യങ്ങളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നിൽക്കുമ്പോ ഉപരോധത്തിലും പട്ടിണിയിലും കഴിയുന്ന ഗാസയിലെ ജനങ്ങൾ അവർ സോമാലിയക്കാർക്ക് വേണ്ടി മില്യൺ കണക്കിന് രൂപ സമാഹരിച്ച് സഹായങ്ങൾ അയച്ചു കൊടുത്തു. ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പ്രതിരോധ വീര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ വിഷയം അതല്ല. ഈ ഗാസയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്നറിയില്ലേ? 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ പോരാളികൾ
ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു, ഗിലാദ് ഷാലിത്ത് എന്ന് പറഞ്ഞിട്ട്. ആ പട്ടാളക്കാരനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചത്. വർഷങ്ങളായി ഈ ഷാലിത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഹുസ്നി മുബാറക്കും എല്ലാം ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്നില്ല. അവസാനം ഇസ്രായേൽ കീഴടങ്ങി. സുഹൃത്തുക്കളെ, ഒരു ഷാലിത്തിന് പകരം 1400 ഫലസ്തീനി തടവുകാർ, അതും 40ഉം 80ഉം വർഷങ്ങൾക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മഹാഭീകരന്മാരായിട്ടുള്ള ഫലസ്തീനി തടവുകാരെ, 1000-ലേറെ തടവുകാരെ, ഒരു ഫലസ്തീനിക്ക് പകരം 1000 ഫലസ്തീനികളെ വെച്ച് കീഴടങ്ങേണ്ടി വന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള സാമ്രാജ്യത്വ ശക്തിക്ക്. ഇതെന്തിന്റെ സൂചനയാണ്? പുതിയ കഥകൾ, സുന്ദരമായ കഥകൾ ഒരു ലോകത്ത്